ഇതിന്റെ ഉപ്പയുടെ ബർത്ത്ഡേ ആണ്. ഉപ്പ പറയാറുണ്ട് പണ്ടൊക്കെ നോർമൽ ഡേ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ബർത്ത്ഡേ എന്ന്. കാരണം അത് ആരും ഓർക്കില്ല ആൻഡ് അത് ആരും സെലിബ്രേറ്റ് ചെയ്യാറും ഇല്ല എന്ന്. പക്ഷെ നമ്മൾ മക്കൾ വലുതായപ്പോൾ നമ്മുടെ ബർത്ത്ഡേസ് ഒക്കെ ഉമ്മയൊപ്പം നല്ല ഉഷാറാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും എന്തുകൊണ്ട് അവർക്കൊരു ബർത്ത്ഡേ സർപ്രൈസസ് ഒക്കെ കൊടുത്തുവിടാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-15 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ അവരുടെ ബർത്ത്ഡേ ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവരെത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും. അതുപോലെ ബർത്ത്ഡേ പോയി പുതിയ ഡ്രസ്സ് തന്നെ ഇടണം നിർബന്ധമുള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ നമ്മൾ ഉപ്പാക്ക് ഷർട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഇന്ന് ഉപ്പയോട് ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പാനെ പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് ചെറിയൊരു കുഞ്ഞു കേക്ക്, കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് വലിയ കേക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് കുഞ്ഞു കേക്ക് മേടിച്ചു. ആൻഡ് കുറച്ച് പൂത്തിരികളും ഒക്കെ ആയിട്ട് നമ്മുടെ കഫേയിലുള്ള ആളുകളും സ്റ്റാഫുകളും നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. സോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഉപ്പക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തു. ഞാൻ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് തന്നെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് നീ എവിടെ വെച്ചു, ഇത് കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് 5 റിയാൽ ഷോപ്പിലൊന്ന് പോയി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നജദ് വില്ലേജ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഒരു ട്രഡീഷണൽ അറബിക് സ്റ്റൈലൊക്കെ ആയിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഫുഡും. ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ സൗദീസിൻ്റെ പണ്ടത്തെ കപ്സയില്ലേ അങ്ങനത്തെയൊക്കെ ഒരു പ്ലേറ്റിങ്ങും അങ്ങനത്തെ ഒരു സെറ്റപ്പും മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. നിലത്തിരുന്ന് കഴിക്കുന്ന രീതി, ഒന്നിച്ചിട്ട് വട്ടത്തിലിരുന്ന് കഴിക്കുന്ന രീതി ഒക്കെ ആയിട്ട്. സോ അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.